വരവൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥിക്ക് ഷോക്കേറ്റ സംഭവത്തിൽ ക്ലാസ്സിലെ വൈദ്യുതി സംവിധാനം തകരാറിലായിരുന്നു എന്ന KSEBയുടെ സൈറ്റ് മഹസർ. ക്ലാസ് മുറിയിലെ ഫാനിലേക്കുള്ള വയറിങ്ങിന്റെ ജോയിന്റ് ഉൾപ്പെടെ തകർന്ന നിലയിലായിരുന്നു. ക്ലാസ് മുറിയിൽ സ്ഥാപിച്ചിരുന്ന സ്വിച്ച് ബോർഡുകൾ പൊട്ടിയ നിലയിലായിരുന്നു. KSEBയുടെ സൈറ്റ് മഹസറിൽ ഇക്കാര്യം വ്യക്തമായി പറയുന്നു. സംഭവത്തിൽ ഒരു കുഴപ്പവുമില്ല എന്ന് പ്രചരിപ്പിക്കാനായിരുന്നു PTA പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടന്ന ശ്രമം. അന്ന് സ്കൂൾ പ്രഥമ അധ്യാപിക ഞങ്ങളുടെ പ്രതിനിധി സാനുവിനോട് നടത്തിയ പ്രതികരണം ഇങ്ങനെയായിരുന്നു. അത് കേട്ട ശേഷം സാനുവിലേക്ക്. ഞാൻ വിളിച്ചതേ, നമ്മുടെ അവിടെ ഒരു സ്കൂളിൽ ഒരു 8ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ഷോക്ക് ഏറ്റതായിട്ടൊരു സംഭവം ഉണ്ടായിരുന്നില്ല. ഞങ്ങളിപ്പോൾ അവിടെ പോയിരുന്നു. അപ്പൊ അതെന്തായിരുന്നു സംഭവം? ഒന്ന് അറിയാൻ വേണ്ടി വിളിച്ചത്. അത് ഷോക്ക് ഏറ്റുന്നുള്ള അത് പിന്നെയാണ് അറിയിക്കുന്നത്. ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞാൽ അറിയിക്കുന്നത്. അവിടെ പക്ഷെ അവൻ പറഞ്ഞത് ഒരു കട്ട്ലയുടെ കുറച്ചൊരു സിമെന്റ് ഇങ്ങനെ പോയിട്ടിരിപ്പുണ്ട്, അവിടെ പിടിച്ചപ്പോ ഷോക്ക് ഏറ്റുന്നാണ് അവൻ പറയുന്നത്. പക്ഷെ ഞങ്ങള് പിടിച്ചു നോക്കി, ഇപ്പം വെള്ളിയാഴ്ചയാണൊക്കെ അറിയുന്നത്. വെള്ളിയാഴ്ചയും ചെന്ന് നോക്കി, ഇന്നും ചെന്ന് നോക്കി. അന്നേരമൊന്നും ഞാൻ മാത്രമല്ല, PTA-ക്കാരും പിന്നെ അവിടുത്തെ മാഷന്മാരും ടീച്ചേഴ്സും ഒക്കെ ചെന്ന് കൈ തൊട്ട് നോക്കുമ്പോൾ അവിടെ ഒന്നും സ്റ്റോക്കൊന്നും ഇല്ല. അത് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. അപ്പം അതെ, അവിടെ വെള്ളം വന്നിരുന്നു, ആ സമയത്ത് വെള്ളം വന്നിരുന്നു, അങ്ങനെയാണ് ഏറ്റവും. അവിടെ അങ്ങനെ വെള്ളത്തിന്റെ അംശം ഞങ്ങൾ വെള്ളിയാഴ്ച നോക്കുമ്പോ കണ്ടില്ല. ഒരു തരി ഇങ്ങനെ കോൺക്രീറ്റ് ഒരു മൂലയ്ക്ക് ഒത്തിരി ഇങ്ങോട്ട് പോകുന്നിരിപ്പുണ്ട്, അത്രേ ഉള്ളൂ. ആണല്ലേ? അതായത് ഈ വ്യാഴാഴ്ച ദിവസം വൈകുന്നേരമാണ് ഷോക്ക് ഏറ്റതെന്നാണ്. പക്ഷെ വെള്ളിയാഴ്ചയാണ് ഞങ്ങളെ അറിയിച്ചത്. ആണല്ലേ? അപ്പൊ നമുക്ക് അങ്ങനെ ഒരു സംഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ല അല്ലേ? ഇല്ലില്ല. ഞങ്ങള് മൂന്നാല് പേര് ഞങ്ങള് കൈ വെച്ച് നോക്കി, പക്ഷെ ഷോക്കൊന്നും വന്നിട്ടില്ല. പക്ഷെ കുട്ടിയുടെ കൈക്ക് ഒരു ചെറിയ വയ്യാഴികയുണ്ട്, പ്രശ്നങ്ങളും ഉണ്ട്. ഓക്കെ. എന്നപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സ്കൂളിൽ വേറെ പ്രശ്നമില്ലെന്നാ പറയുന്നത് അല്ലേ? ശരി. വരവൂർ സ്കൂളിലെ പ്രഥമ അധ്യാപികയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. സാനു കെ സജീവ് ചെയ്യുന്നു. സാനു, നേരത്തെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് അവിടെ പഠിക്കുന്ന കുട്ടിക്ക് ഷോക്കേറ്റതുമായി ബന്ധപ്പെട്ട് പ്രഥമ അധ്യാപികയോട് ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് അതിനെ നിസ്സാരവൽക്കരിക്കാനാണ് പ്രഥമ അധ്യാപിക ശ്രമിച്ചത്. പക്ഷേ KSEBയുടെ മഹസർ റിപ്പോർട്ടിൽ അങ്ങനെയൊന്നും അല്ലല്ലോ കാര്യങ്ങൾ. സാനു കെ സജീവ്. വിനോദെ, വളരെ വിചിത്രമായിട്ടുള്ള വിശദീകരണങ്ങളിലും അതേപോലെ തന്നെ വളരെ രസകരമായിട്ടുള്ള രീതിയിലും അതിനെ നിസാരവൽക്കരിച്ച് തള്ളിവിടുന്ന ഒരു നിലപാടാണ് ഈ സംഭവം ഉണ്ടായി, അല്ലെങ്കിൽ ഈ സംഭവം പുറത്തു വന്നതിന് ശേഷം വരവൂർ സ്കൂൾ അധികൃതർ കൈക്കൊണ്ടത്. നമ്മൾ പ്രധാന അധ്യാപികയുമായി സംസാരിക്കുന്നതിൻ്റെ ഓഡിയോ സന്ദേശമടക്കം നമ്മൾ കേട്ടതാണ്. അവർ പറയുന്ന അത്തരത്തിലൊരു കാര്യങ്ങളും അവിടെ സംഭവിച്ചിരുന്നില്ല. വ്യാഴാഴ്ച കുട്ടിക്ക് ഷോക്കേറ്റു എന്ന് കുട്ടി പറഞ്ഞു എന്നാണ് അവർ പറയുന്നത്. അതായത് പ്രഥമ അധ്യാപിക പറയുന്നത് വ്യാഴാഴ്ച കുട്ടിക്ക് ഷോക്കേറ്റു എന്ന് പറയുന്നു, അത്തരത്തിലൊരു ആരോപണം വരുന്നു. ഞങ്ങൾ വെള്ളിയാഴ്ച അതേ സ്ഥലത്തെത്തി പരിശോധിച്ചു എന്നാണ്. വ്യാഴാഴ്ച മഴയുണ്ടായിരുന്നു, ആ മഴ പെയ്ത സമയത്താണ് ആ കുട്ടിക്ക് ഷോക്ക് ഏൽക്കുന്നത്. ആ വെള്ളം, അതായത് ആ വിടവിലടക്കം വെള്ളമുണ്ടായിരുന്നു. ആ വിടവിൽ ഇപ്പോൾ KSEB നൽകിയിരിക്കുന്ന ആ സൈറ്റ് മഹസറിൽ തന്നെ പറയുന്നത് ആ വിടവിൽ ഫാനിലേക്കുള്ള കണക്ഷനിൽ ചില തകരാറുകൾ ഉണ്ടായിരുന്നു, അവിടെ ജോയിൻ്റ് ഉണ്ടായിരുന്നു. ആ ജോയിൻറ്റിൽ നിന്നാവാം ഒരു പക്ഷേ കുട്ടിക്ക് ഷോക്ക് ഏറ്റിട്ടുണ്ടാവുക എന്നാണ് പറയുന്നത്. അത്തരത്തിൽ പറയുമ്പോൾ അവിടെ ഈ അധ്യാപകരുടെയും ഒപ്പം തന്നെ PTA-യുടെയും നേതൃത്വത്തിൽ അവിടെ പരിശോധന നടത്തിയപ്പോൾ അന്ന് അവിടെ ഷോക്ക് ഏറ്റിരുന്നില്ല. കുട്ടിക്ക് ഷോക്ക് ഏറ്റു എന്ന് പറയുന്ന സ്ഥാനത്ത് ഞങ്ങൾ കൈവച്ച് നോക്കിയപ്പോഴേക്കും അവിടെ മറ്റ് തകരാറുകളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് ആവർത്തിച്ച് അവകാശപ്പെട്ട അധ്യാപകരുടെ എല്ലാ അവകാശവാദങ്ങളെയും ഖണ്ഡിക്കുന്ന റിപ്പോർട്ടാണ് KSEBയുടെ സൈറ്റ് മഹസർ പുറത്തു വന്നതോടുകൂടി ഉണ്ടായിരിക്കുന്നത്. ആ വിടവിൽ ചില തകരാറുകൾ ഉണ്ടായിരുന്നു. അതായത് വൈദ്യുതി സംവിധാനം അടക്കം സ്കൂളിലെ വൈദ്യുതി സംവിധാനങ്ങളിൽ കാര്യമായ തകരാറുകൾ സംഭവിച്ചിരുന്നു എന്നാണ് KSEB പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ സ്കൂൾ ആ കുട്ടി പഠിക്കുന്ന ക്ലാസ് മുറിയിലെ 2 ഫാനുകളുടെ സ്വിച്ചിന് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, അതിന് തകരാറുണ്ടായിരുന്നു. സ്വിച്ച് ബോർഡിലുണ്ടായിരുന്ന 2 സ്വിച്ചുകളും തകർന്നിരിക്കുകയാണെന്ന് സൈറ്റ് മഹസറിൽ അവർ പറഞ്ഞിരുന്നു. അതായത് ഈ വാർത്തയോട് എന്തായാലും ഈ സ്കൂളിൽ നമുക്കറിയാം, കൊല്ലത്തെ ഒരു സ്കൂളിൽ ഇതേപോലെ ഷോക്കേറ്റ ഒരു വിദ്യാർത്ഥി മരിച്ചതോടുകൂടിയാണ് ഈ സംഭവങ്ങളെല്ലാം ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത്. അപ്പോഴാണ് തൃശ്ശൂർ ജില്ലയിലെ വരവൂർ ഗവൺമെൻറ് സ്കൂളിൽ ഇതേപോലെ ഒരു കുട്ടിക്ക് ഷോക്ക് ഏൽക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. BJP തൃശ്ശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കൂടിയടുത്ത് ചേരുന്നു. സ്വാഗതം വിപിൻ. നമുക്കറിയാം, വരവൂർ ഗവൺമെൻറ് സ്കൂളിൽ ഒരു വിദ്യാർത്ഥിക്ക് ഷോക്കേറ്റ സംഭവം നിസ്സാരവൽക്കരിക്കുകയാണ് അവിടുത്തെ PTA-യും പ്രഥമ അധ്യാപികയും ഒക്കെ. എത്ര നിസ്സാരമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു തള്ളുന്നത്. ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥ കൊല്ലത്ത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ വരവൂർ സ്കൂളിലെ ഈ ഒരു അവസ്ഥയെപ്പറ്റി ഇപ്പോൾ പ്രത്യേകിച്ച് KSEB സമ്മതിക്കുകയാണ് അവിടെ
വൈദ്യുത തകരാറുണ്ടായിരുന്നു എന്നുള്ളത്. കൂടുതൽ പ്രതികരണങ്ങൾ വിപിൻ. വളരെ ഖേദകരമായ സംഭവമാണ് ഉണ്ടായത്. ഞാൻ പഠിച്ച സ്കൂളാണ്, അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടൊരു വൈകാരിക ബന്ധം എനിക്കുണ്ട്. എന്റെ നാട്ടിലുള്ള ഒരു കുട്ടിക്ക് തന്നെയാണ് ഇത് സംഭവിച്ചത്. ഇന്ന് 8 ദിവസമായിട്ട് കുട്ടി സ്കൂളിൽ പോയിട്ടില്ല. കഴിഞ്ഞ വ്യാഴാഴ്ച 31-ാം തീയതി വ്യാഴാഴ്ച വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. അന്ന് രാത്രി തന്നെ കുട്ടിയുടെ മാതാപിതാക്കൾ ക്ലാസ് ടീച്ചറെ വിളിച്ച് വിവരം പറയുകയും രാത്രി കുട്ടിക്ക് വയ്യാതെ വടക്കാഞ്ചേരി താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ചെയ്തു. നമുക്കറിയാം, താലൂക്ക് ആശുപത്രിയിൽ രാത്രി ഡോക്ടർ ഇല്ലാത്തതിനാൽ തൊട്ടടുത്ത സ്വകാര്യ ഡോക്ടറെ കാണിച്ച് കുട്ടിക്ക് പരുക്ക് ഉണ്ടെന്നും മരുന്ന് എഴുതുകയും കുട്ടിയുടെ കയ്യിൽ ഷോൾഡറിൽ ബാൻഡേജ് ഇടുകയും ചെയ്തിട്ടാണ് തിരിച്ചു വിട്ടത്. പിറ്റേ ദിവസം കൂടുതലുണ്ടെങ്കിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് CT സ്കാനിങ് അടക്കമുള്ള MRI സ്കാനിങ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. അതിന് പിറ്റേ ദിവസം ഇത് ആരും അറിഞ്ഞില്ല. വെള്ളിയാഴ്ചയും ആരും അറിഞ്ഞില്ല. അത് കഴിഞ്ഞ് ശനിയാഴ്ചയും ആരും അറിഞ്ഞില്ല. ഈ 2 ദിവസം സ്കൂളിൽ നിന്ന് യാതൊരു തരത്തിലുള്ള പ്രതികരണം ഈ കുട്ടി സ്കൂളിൽ വന്നിട്ടില്ല എന്നതിന്റെ അന്വേഷണം പോലും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച കുട്ടിയുടെ പിതാവ് സ്കൂളിൽ പ്രാദേശിക അവിടുത്തെ CPM വാർഡ് മെമ്പറെ കൂട്ടി സ്കൂളിൽ ചെന്ന സമയത്ത് ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല എന്ന രീതിയിലാണ് അവിടുത്തെ ആളുകൾ പ്രതികരിച്ചത്. മാത്രമല്ല, അവിടെ യാതൊരു കുഴപ്പമില്ല എന്ന രീതിയിൽ അവർ അവിടെ പറഞ്ഞ് മനസ്സിലാക്കി കുട്ടി നുണ പറയുകയായിരിക്കും എന്ന രീതിയിലുള്ള ഒരു പ്രചരണമാണ് സ്കൂൾ അധികൃതരും PTA-യും ഈ വാർഡ് മെമ്പർ അടക്കമുള്ള ആളുകൾ നടത്തിയത്. അതിനുശേഷം ആണ് പ്രാദേശികമായിട്ട് ആളുകൾ ഈ വിഷയം അറിയുകയും BJP ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തത്. BJP അന്ന് തന്നെ തിങ്കളാഴ്ച വൈകിട്ട് തന്നെ HM-നെ പോയി കണ്ടു. BJP നേതാക്കൾ HM-നെ പോയി കണ്ടു. കാര്യങ്ങൾ സംസാരിച്ചിട്ട് HM പറഞ്ഞു അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് ഞങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്, ഇപ്പൊ അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, കുട്ടിയുടെ ചികിത്സയുടെ കാര്യങ്ങൾ സ്കൂളിൽ നിന്ന് നടത്തിക്കൊള്ളാം എന്ന് ഉറപ്പ് നൽകിയതാണ്. എന്നാൽ പിറ്റേ ദിവസം രാവിലെ പത്രത്തിൽ വാർത്തയും മറ്റു കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ജനം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തതിനു ശേഷം ഇതിനെ രാഷ്ട്രീയപരമായിട്ട് നേരിടാനാണ് സ്കൂൾ അധികൃതർ ശ്രമിക്കുന്നത്. ഇങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന രീതിയിലുള്ള തെറ്റായ നരേറ്റീവ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് അവിടെ പരിശോധിച്ചു. അവർ KCB-യുടെ ഉദ്യോഗസ്ഥർ വന്ന് പരിശോധിച്ചു. പരിശോധന കഴിഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ PTA യോഗം വിളിച്ചു ചേർത്ത് അവര് ഈ കുട്ടിയുടെ വീട് സന്ദർശിച്ചിട്ട് അവർ കുട്ടിയുടെ വീട്ടുകാരോട് പറഞ്ഞു, ഞങ്ങളുടെ സ്കൂളിൽ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല, എന്തൊരു തെറ്റുകാരന്റെ പുറത്താണ് കുട്ടി പറയുന്നതാണെന്ന രീതിയിൽ കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു. അവസാനം അവർ ഓഫർ ചെയ്തത് 30 രൂപ വിലയുള്ള ടിക്കറ്റ് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ നാളെ എടുത്തു തരാം, അത് നിങ്ങൾ പോയിട്ട് ഡോക്ടറെ കണ്ടോളൂ എന്നാണ് അവർ കൊടുത്ത ഉറപ്പ്. പക്ഷേ വീണ്ടും വലിയ പ്രതിഷേധം ഉണ്ടായി. വലിയ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. വീണ്ടും പ്രതിഷേധത്തിന്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ അധികൃതർ യാതൊരു തരത്തിലുള്ള ഇതും ചെയ്യാൻ തയ്യാറായില്ല. പിന്നീട് BJP മുൻകൈ എടുത്തുകൊണ്ടാണ് ആ കുട്ടീനെ വീണ്ടും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കാണിച്ച് ആ കുട്ടിക്ക് വീണ്ടും തുടർന്നുള്ള ചികിത്സ നൽകിയത്. നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇന്ന് ഇത്ര ദിവസം കഴിഞ്ഞിട്ട് 8 ദിവസമായിട്ട് ഇന്നും കുട്ടി സ്കൂളിൽ പോയിട്ടില്ല. ഇന്ന് ഞങ്ങൾ വീണ്ടും HM-നെ പോയി കണ്ട സമയത്ത് HM പറഞ്ഞു, വളരെ നിസ്സാരമായിട്ടാണ് പറഞ്ഞത്, കുട്ടിയുടെ വീട്ടുകാരോട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, ചെലവ് എന്താ വെച്ചാൽ ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് എന്ന രീതിയിൽ വളരെ നിസ്സാരമായിട്ടാണ് ടീച്ചർ ഈ വിഷയത്തെ കാണുന്നത്. ആ സമയത്താണ് അവർ കഴിഞ്ഞ ദിവസം ഒരു പത്രവാർത്ത കൊടുത്തു, ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ഒരു സംഭവം ഇല്ല, യാതൊരു തരത്തിലുള്ള അസ്വാഭാവികതയും സ്കൂളിൽ സംഭവിച്ചിട്ടില്ല എന്ന് KSEB റിപ്പോർട്ട് നൽകിയെന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റും PTA-യും കൂടി സ്റ്റേറ്റ്മെന്റ് എല്ലാ പത്രങ്ങളും കൊടുത്തു. പക്ഷെ ഇന്ന് KSEB-യുടെ റിപ്പോർട്ട് പുറത്തു വന്ന റിപ്പോർട്ടല്ല, സൈറ്റ് മഹസർ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ആ സൈറ്റ് മഹസർ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, സ്കൂളിലെ ഈ പറയുന്ന ക്ലാസ് റൂമില് കുട്ടിക്ക് ഷോക്ക് അടിച്ചു എന്ന് പറയുന്ന സ്ഥലത്തെ ഡോർ ഫ്രെയിമിൽ പ്ലാസ്റ്റർ ഇളകി പോയിട്ട് അവിടുത്തെ കമ്പിയുടെ മുകളിൽ നിന്നാണ് കുട്ടിയുടെ ഷോക്കേറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്ലാസ്റ്റർ അടർന്നു പോയിട്ട് കമ്പി കാണുന്നുണ്ട്. 2 ക്ലാസ്സിലെ ഇലക്ട്രിക്കൽ സംവിധാനത്തില് കേബിളുകൾ നമ്മൾ ജോയിന്റ് ചെയ്തിട്ട് സീല് ചെയ്യാതെ തുറന്നാണ് കിടക്കുന്നത്. 2 സ്വിച്ചുകൾ ബോർഡിൽ കേടുവന്ന 2 സ്വിച്ചുകൾ 2 ദിവസം മുമ്പ് മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലെങ്കിലും സ്കൂൾ അധികൃതർ ഈ കുട്ടിയുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാവണമെന്നാണ് BJP പറയുന്നത്. ഒരു 13 വയസ്സായ കുട്ടിക്ക് ഷോക്ക് ഏറ്റിട്ട് 8 ദിവസമായിട്ട് കുട്ടി സ്കൂളിൽ പോയിട്ടില്ല. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ പരാതി നൽകി അവര് വിളിച്ച് കുട്ടിയുടെ വീട്ടുകാരോട് സംസാരിച്ചു എന്നല്ലാതെ യാതൊരു തരത്തിലുള്ള നടപടി സ്വീകരിച്ചില്ല. ഈ കുട്ടീനെ കൗൺസിലിങ്ങിന്
എല്ലാം ഏർപ്പാട് ചെയ്യാനോ കുട്ടിയോട് സംസാരിക്കാനോ ഒന്നും സ്കൂളിൽ നിന്ന് തയ്യാറായിട്ടില്ല. ഇപ്പൊ എന്താണെങ്കിലും കുട്ടി എന്തോ ഒരു നുണ പറഞ്ഞു, കുട്ടിയുടെ വീട്ടുകാർ നുണ പറഞ്ഞു എന്ന രീതിയിലുള്ള ഒരു കാര്യം നാട്ടിൽ മുഴുവൻ പറഞ്ഞു നടക്കുകയാണ്. ഇത് വളരെ ഖേദകരമായ സംഭവമാണ്. ജില്ലാ കളക്ടർ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതാണ്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ പരാതി നൽകിയിരുന്നു, സ്കൂൾ പ്രിൻസിപ്പലിന് പരാതി നൽകിയിരുന്നു, ജില്ലാ എഡ്യൂക്കേഷൻ ഓഫീസർക്ക് പരാതി നൽകിയിരുന്നു. യാതൊരു തരത്തിലുള്ള നടപടിയും ഈ കാര്യത്തിൽ 8 ദിവസമായിട്ട് ഉണ്ടായിട്ടില്ല. കുട്ടി ഇന്ന് 8 ദിവസമായിട്ട് കുട്ടി സ്കൂളിൽ പോയിട്ടില്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ അടിയന്തരമായ നടപടി ഉണ്ടാവണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. അല്ല, BJP ഈ കാര്യത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു, ശക്തമായി രംഗത്ത് വന്നിരുന്നു. ഇനി ഏത് നിലയിലാണ്? കുട്ടിക്ക് തുടർ വിദ്യാഭ്യാസം നടത്തേണ്ടതുണ്ട്. സ്കൂൾ അധികൃതർ ഇതിനെ നിസ്സാരവൽക്കരിക്കുന്നു. ഇത് ആരും, പ്രത്യേകിച്ചും KSEB അവിടെ കുഴപ്പമുണ്ടായിരുന്നു എന്ന് റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. അപ്പോൾ അധികാരികൾ, പ്രത്യേകിച്ച് സ്കൂൾ അധികാരികൾ, PTA അടക്കമുള്ള സംവിധാനങ്ങൾ നിശബ്ദമായിരിക്കുമ്പോൾ ഇനി എന്താണ് BJPയുടെ ഒരു നീക്കം? എന്താണ് ശ്രീ വിപിൻ? അല്ല, BJP ശക്തമായിട്ട് ഈ വിഷയം ശക്തമായി നാളെ കളക്ടറെ കാണാൻ വേണ്ടി BJP തീരുമാനിച്ചിട്ടുണ്ട്. നാളെ കളക്ടറെ നേരിട്ട് കണ്ട് പരാതി കൊടുക്കും. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെ നാളെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. 2 ഓഫീസർമാർക്ക് നാളെ നേരിട്ട് കണ്ട് പരാതി നൽകാൻ വേണ്ടി BJP തീരുമാനിച്ചിട്ടുണ്ട്. ഈ കുട്ടിക്ക് നീതി കിട്ടുന്നവരെ BJP സമരമുഖത്തുണ്ടായിരിക്കും. വളരെയധികം നന്ദി ശ്രീ വിപിൻ കൂടിയടുത്ത്, BJP ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് പ്രതികരിച്ചത്. സാനു, തുടരാം. വിപിൻ ഇവിടെ പറഞ്ഞത് ഇത് ജനൻ TV വാർത്തയാക്കി. അത് മാത്രമല്ല, നാട്ടിൽ ഉള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ എന്നുള്ള നിലയിൽ BJPയുടെ ഭാരവാഹികൾ അടക്കം നേരിട്ട് സ്കൂളിൽ ചെന്ന് കാര്യങ്ങൾ ബോധിപ്പിച്ചതാണ്. പക്ഷേ ഇതിനെല്ലാം നിസ്സാരവൽക്കരിക്കുകയാണ് പ്രഥമ അധ്യാപികയും PTA എല്ലാം. ജില്ലാ കളക്ടറെ അടക്കം ഈ വിഷയം അറിയിച്ചിട്ടും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഒരാഴ്ചയായി സ്കൂളിൽ പോയിട്ടുമില്ല. അപ്പോൾ വളരെ ഗുരുതരമായ പ്രശ്നമാണ് വരവൂർ സ്കൂളിൽ നിലനിൽക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള കുട്ടികളുടെ സുരക്ഷ കൂടി ചോദ്യം ചെയ്യപ്പെടുകയാണല്ലോ സാനു. വിനോദ്, തീർച്ചയായിട്ടും. അതായത് ഈ സൈറ്റ് മഹസർ സൂചിപ്പിക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടെയുണ്ട്. 1-2 കാര്യം കൂടെ ഈ സൈറ്റ് മഹസറിൽ KSEB ഉദ്യോഗസ്ഥർ വിവരിക്കുന്നുണ്ട്. അതായത് ഈ കുട്ടി പഠിക്കുന്ന ക്ലാസ്സിൽ, അല്ലെ കുട്ടി ഇരിക്കുന്ന ക്ലാസ്സിലെ ഈ ഫാനിൻ്റെ 2 സ്വിച്ചുകൾ തകരാറിലായിരുന്നു. അതായത് ഈ കുട്ടിക്ക് ഷോക്ക് ഏൽക്കുന്ന ദിവസം ആ സ്വിച്ച് ബോർഡിലുണ്ടായിരുന്ന 2 സ്വിച്ചുകൾ കംപ്ലൈൻറ്റിലായിരുന്നു. അപ്പം പരാതി പുറത്ത് വരുന്നു, അല്ലെങ്കിൽ ഇത് വിവാദമാകുന്നു. ഇത് വലിയ വാർത്തയായതിന് തൊട്ട് പിന്നാലെ, അതായത് വ്യാഴാഴ്ച ഷോക്ക് ഏൽക്കുന്നു, വെള്ളിയാഴ്ച വീട്ടിലറിയുന്നു, ശനിയാഴ്ച ദിവസം ധൃതി പിടിച്ച് ഈ സ്വിച്ചുകൾ അവിടെ നന്നാക്കുകയാണ് ഉണ്ടായത്. അല്ലെങ്കിൽ ആ തകരാറിലായ സ്വിച്ചുകൾ മാറ്റിയിട്ട് മറ്റ് പുതിയ സ്വിച്ചുകൾ അവിടെ പിടിപ്പിക്കുന്നുവെന്നും അല്ലെങ്കിൽ പിടിപ്പിച്ചുവെന്നും ഈ മഹസറിൽ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ബോധിപ്പിക്കുന്ന, അല്ലെങ്കിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെന്ന് കൃത്യമായി സൂചിപ്പിക്കുന്ന വിവരങ്ങളാണ് ഈ സൈറ്റ് മഹസറിൽ KSEB നൽകിയിട്ടുള്ളത്. അതായത് ഇത് ഇങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് ന്യായീകരിച്ച, അല്ലെങ്കിൽ ആ ന്യായീകരിച്ചു കൊണ്ടിരുന്ന PTA-ക്കും അതേപോലെ തന്നെ പ്രധാന അധ്യാപകരുടെ എല്ലാ വാദങ്ങളെയും ഖണ്ഡിക്കുന്ന കൃത്യമായിട്ടുള്ള റിപ്പോർട്ടാണ് KSEB എന്തായാലും സൈറ്റ് മഹസറിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ക്ലാസ് മുറിയിലെ ഈ ജോയിന്റുകൾ, അതായത് കൊച്ചു കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്, വിദ്യാലയമാണ്. അവർ ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്നത് വിദ്യാലയങ്ങളിലാണ്. അതപ്പോൾ വളരെ കൃത്യതയോടെയും അതേപോലെ തന്നെ സുരക്ഷിതത്വത്തോടെയും കൂടി ഇരിക്കേണ്ടതും അവരെ ഇരുത്തേണ്ടതും സർക്കാർ സംവിധാനങ്ങളാകുമ്പോൾ സർക്കാർ സംവിധാനമുള്ള സ്കൂളുകൾക്കും അതേപോലെ തന്നെ PTA-ക്കും വരവൂർ സ്കൂളിലാണ് വൈദ്യുതി ബന്ധത്തിലെ തകരാർ മൂലം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഷോക്കേറ്റത് മുതൽ ആ കുട്ടി സ്കൂളിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇതിനെല്ലാം നിസ്സാരവൽക്കരിക്കുകയാണ് സ്കൂളിലെ PTA-യും പ്രഥമ അധ്യാപികയും അടക്കമുള്ള സംവിധാനങ്ങൾ. എന്തായാലും ശക്തമായി പ്രതിഷേധ സമരങ്ങളും ഉയർന്നു വരുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു സാനു K. സജീവ്.